മാത്തൂര്, പിരായിരി, കണ്ണാടി ഭാഗങ്ങളിൽ ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ അവരെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം യാത്ര ചെയ്തു. പാലക്കാട് മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥിയായ ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ് നമുക്കൊപ്പം ഉള്ളത്. ശോഭിച്ചി, നമസ്കാരം. അപ്പോ നമ്മുടെ പാലക്കാടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? വലിയ സപ്പോർട്ടാണ്. ഇത്തവണ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന MLA-മാരിൽ ഒരാളായി നിങ്ങളുടെ ശോഭയും ഉണ്ടാകും എന്നാണ് എനിക്കിവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പിന്തുണയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് എല്ലാ പാർട്ടികളിലും പെട്ട ആളുകൾക്ക് ശോഭ നിയമസഭയിൽ പോയാൽ മതി എന്നുള്ള ഒരു തോന്നലുണ്ടാകുന്നു. അത് BJPക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യതയൊരുക്കും എന്നുള്ളതാണ്. കാരണം ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഈ പാലക്കാടിന്റെ വികസന പ്രക്രിയയിൽ കേരളത്തിന്റെ സുവർണ കോറിഡോർ വരുന്ന സമയത്ത് കേരളവും തമിഴ്നാടും ലിങ്ക് ചെയ്യപ്പെടുമ്പോൾ അതിന്റെ പ്രധാന ഭാഗമായിട്ടുള്ള പാലക്കാട് അതിശക്തമായ വികസനം ഉണ്ടാകണമെങ്കിൽ കേന്ദ്രമന്ത്രിമാരുമായിട്ടും പരിചയമുള്ള, അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ഒരാളായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ നിന്ന് വിജയിച്ചു പോയാൽ സാധാരണ ഒരു MLA ആയിരിക്കില്ലെന്നും ശക്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുമെന്നും പാലക്കാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ എനിക്കും സാധിച്ചിട്ടുണ്ട്, പ്രസ്ഥാനത്തിനും സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ വിജയമായിട്ട് മാറും. ഇപ്പൊ ഇവിടെ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വ്യക്തി ഇതുവരെ പാലക്കാടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ഹിന്ദു പാട്ടെഴുതിയതും മുസൽമാൻ പാടിയതും അല്ലെങ്കിൽ സംഗീത സംവിധാനം ചെയ്തതും ഒക്കെ പറഞ്ഞ് പാലക്കാടിലെ ജനങ്ങളെ പറ്റിക്കുമ്പോൾ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുമായും SDPI എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടനയുമായും കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? എന്നെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രതിയോഗി ആര് എന്ന് നോക്കിയിട്ടല്ല, ഒരാഴ്ചക്കാലം പോലും പാലക്കാട്ടുകാർക്കോ കേരളത്തിനോ ഒരു സംഭാവനയും സ്വന്തം ജീവിതം കൊണ്ട് ചെയ്യാത്ത രണ്ടുപേർ ശോഭാ സുരേന്ദ്രന്റെ മുന്നിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് റോഡിലും തെരുവിലും അമ്മമാർക്കിടയിലും ഇവിടുത്തെ വികസന പ്രക്രിയയിലും ഒക്കെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് കഠിന പ്രയത്നം ചെയ്ത് പണിയെടുക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. അപ്പൊ നമ്മൾ വിജയിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വനിതകൾക്കും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 3 മാസം കൊണ്ട് 700 കോടിയുടെ വികസന പദ്ധതികൾ പാലക്കാടിലേക്ക് കൊണ്ടുവരുമെന്നാണ്. അതിൽ ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ സഹായം ഉണ്ടാകും. മാത്തൂര്, പിരായിരി, കണ്ണാടി ഭാഗങ്ങളിൽ ഞങ്ങളുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ, അഗ്രികൾച്ചർ മിനിസ്റ്റർ അവരെ കർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നോടൊപ്പം യാത്ര ചെയ്തു എന്നുള്ളത് വളരെ ഒരു ബഹുമാന്യതയായിട്ട് അവിടുത്തെ കർഷകർ കാണുകയാണ്. അപ്പോ നമുക്കുള്ള കേന്ദ്ര തരത്തിലുള്ള ബന്ധങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഈ നാടിനെ മാറ്റിമറിക്കും എന്നുള്ളത് അവർക്ക് ഉത്തമ ബോധ്യമുണ്ട്. ഓരോരോ പദ്ധതികളായിട്ട് നമ്മൾ പറയും. ആരോഗ്യ മേഖലയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ മാറ്റമായിരിക്കും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് ഉണ്ടാകാൻ പോകുന്നത്.